ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ മീറ്റപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. 11 വർഷത്തിന് ശേഷം എല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടാൻ പോവാണ്. അപ്പോൾ 8, 9, 10 എന്ന ആ ഒരു ഇതിലായിരുന്നു 3 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടെയാണ് ഒന്നിച്ച് കൂടാൻ പോകണം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇല്ല, എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഉള്ള ആൾക്കാർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വിചാരിച്ചു. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇതാക്കിയിട്ട് ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീറ്റപ്പ് വെച്ചിരിക്കുന്നത് ചാവക്കാടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഞാൻ ഉമ്മയുടെ കൂടെ ഉണ്ട് പോണേ. ഉമ്മയും ഞാനും നിച്ചുമോനും കൂടെയാണ് പോകണം. അപ്പം ഉമ്മയുടെ മാമയുടെ വീടല്ല, എൻ്റെ മാമയുടെ വീട്, അതായത് ഉമ്മയുടെ ആങ്ങളുടെ വീട് കോട്ടപ്പുറത്താണ്. അപ്പം ഉമ്മാനെ അവിടെ ആക്കിയിട്ട് പോകുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പാലപ്പെട്ടിയിൽ നിന്ന് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളെയും കൂടെ എടുത്തിട്ട് വേണം പോവാൻ. ഞങ്ങൾ 4 ആളും കൂടെ പോകണം. അപ്പം എന്തായാലും ഇനി പോയിട്ടുള്ള വിശേഷമൊക്കെ കാണാം കേട്ടോ. ചപ്പി ഡേ ചിരിക്കണ്ടല്ലോ. വാ പോവാ, പോയിട്ട് വരാം. ഉമ്മിക്ക് ടാറ്റ കൊടുത്തണ്ട ഇച്ചുവാ. ഇച്ചുവാ ഉമ്മിക്ക് ടാറ്റ കൊടുക്ക്. ചപ്പിയേ ഡാ നിച്ചു അല്ല ചുമ്മാ വന്നിട്ട് കുട്ടിക്ക് ഉമ്മിക്ക് എന്താ ടാറ്റ കൊടുക്കായിരുന്നു. പൊന്നെ ഇപ്പൊ ടാറ്റ കൊടുക്കാറ്. ഞങ്ങളിപ്പോൾ ശക്തൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. വിശപ്പെന്ന് വെച്ചാൽ കാലത്ത് പുട്ടും ചായയൊക്കെ കുടിച്ചിട്ട് വന്നു, പക്ഷെ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വയറ് കാലിയായതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഛർദ്ദിക്കാനൊക്കെ വന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അത്രയും ദൂരം പിന്നെ യാത്ര ചെയ്യേണ്ടിയല്ല. അപ്പോൾ അത് കാരണം ഞങ്ങളിവിടെ കടയിൽ കയറിയിട്ട് ശക്തനി തന്നെ കടയിൽ കയറിയിട്ട് മറ്റേ ചിക്കൻ റോള് കഴിച്ച്. അപ്പോൾ അതും കഴിച്ചിട്ട് ഞങ്ങൾ പോവേണ്ട പോയി അവിടെ എത്തി. അപ്പോൾ അത് വേറൊരു ഫ്രണ്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ പാലപ്പെട്ടിയുള്ളൊരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കണ്ട്. പിന്നെ അതിന് ശേഷം വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളും ഞങ്ങളെല്ലാവരും കൂടെ വണ്ടി വിളിച്ചിട്ട് മാമാടെ അവിടേക്ക് ആക്കാൻ വേണ്ടി പോയിട്ടാ. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് വണ്ടിയിൽ തന്നെ തിരിച്ച് ഇവിടേക്ക് പോയി, ബീച്ചിലേക്ക് പോയി. അപ്പോൾ അത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ നടന്ന് പോവുകയാണ്, അങ്ങോട്ട് കുറച്ച് നടക്കാണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ അവിടെ വേറെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ അവിടെ പോസ്റ്റായിട്ട് ഇരുന്നിരുന്നു. അവളും 3 കുട്ടികളും ഉണ്ടായിരുന്നു, പിന്നെ അവളെ ചെക്കനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഞങ്ങൾ വെള്ളിയാഴ്ച ആയിരുന്നു കേട്ടോ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു. അപ്പം അന്ന് ജുമാ ഉള്ള ദിവസമല്ല. അപ്പോൾ അവളവിടെ ആക്കിയിട്ട് അവളെ ചെക്കന് പള്ളിയിൽ പോയി, മണത്തല പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ടൊക്കെയാണ് പിന്നെ വന്നത്. അപ്പോൾ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്, അവളെ വീട് ഇവിടെ അടുത്തനമ്മയുടെ വീട് ഇവിടെ ചാവക്കാട്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയപ്പോൾ അവളെ അമ്മയുടെ വീട്ടിൽ ഫോൺ ചാർജിന് വെക്കാൻ വേണ്ടി പോയതാട്ടാ. അപ്പോൾ അതേ ഞങ്ങൾ ഇങ്ങനെ നിച്ചുവിനെയും കളിപ്പിച്ചിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്, പൂച്ചനെ വിളിക്കണ പോലെയൊക്കെയാണ് വിളിക്കണത്, വായെന്ന് പറഞ്ഞിട്ട്. അവനാന്നിട്ട് നടക്കണില്ല, ഒറ്റടി വെച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും കുറച്ചൊക്കെ നടക്കും. അപ്പോൾ അങ്ങനെ നടത്തിക്കാൻ നോക്കുമ്പോൾ ആൾ നടക്കണില്ല. അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ബോയ്സൊക്കെ വന്നത്. ബോയ്സെന്ന് പറയാനൊന്നുമില്ല, 2 ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ, 12 ആൾക്കാർ ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ആകെ വന്നത് 7 ആൾക്കാർ 8 ആൾക്കാരാണ് കേട്ടോ. പിന്നെ ഇതൊരു വേറൊരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അവളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തുനിന്ന് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിൻ്റെ ചെക്കനും പിന്നെ ഇപ്പുറത്ത് കണ്ണാട വെച്ചത് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ വിചാരിച്ച ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം സങ്കടമൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്നിച്ച് കാണാമെന്നുള്ളതിലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഫുഡ് നമ്മൾ 15 ആൾക്കാർക്കുള്ള ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡും കുറേ വേസ്റ്റായി എന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടാണ്, വേസ്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 11 വർഷത്തിന് എന്ന് പറയുമ്പോൾ 11 വർഷത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മളൊരു കാത്തിരിപ്പ് തന്നെയാണ് അത്. എന്താ വെച്ചാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നതാണ്. അപ്പോൾ ആ ഒരു സന്തോഷമൊക്കെ ആയിട്ട് പോയതാണ്. നോക്കുമ്പോൾ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് എടുക്കാണ്ടായി. പിന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് ഓരോ കാരണങ്ങൾ പറഞ്ഞ്
അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരെയും കുറ്റം പറയണമെന്നില്ല, ചിലർക്ക് പല സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്കറിയില്ല, അവർ തീരുമാനിച്ചത് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളുള്ളവർ വെച്ചിട്ട് അടിച്ചു പൊളിച്ചിട്ട് വോയിസിൽ വെച്ചിട്ട് ഒരാൾ കൂടെ വരാണ്ട് കേട്ടോ. ആൾ വണ്ടിമേലാന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ പറഞ്ഞതാണ് വണ്ടിമേലാണ് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവന് വന്നതിന് ശേഷമല്ല, അവൻ വരണ മുന്നേ തന്നെ അവൻ കഴിക്കാണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് എന്തായാലും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ കഴിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതിൽ വെള്ളം ഉണ്ടാവില്ലേ പറഞ്ഞ പോലെ. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കല കഴിഞ്ഞ് ബീച്ചിലേക്ക് വെറുതെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴേക്ക് മറ്റാൾ വന്നിട്ടുണ്ടായിരുന്നു, വണ്ടിമലാന്ന് പറഞ്ഞ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനായിട്ടൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കത്തിയടിച്ചിരുന്ന് എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ പോയട്ടോ. കുറച്ച് നേരമൊക്കെ ഇരുന്നുണ്ടായിരുന്നു. പൈനാപ്പിൾ ബാക്കിയായിട്ട് നല്ല മുണുങ്ങല. മേലത്തെ വാർത്ത എൻജോയ് ചെയ്ത് മരിച്ചു പോകുമ്പോ ഇങ്ങനെയുള്ള ഹർഷാണ് കാലം എടുക്കുന്നത്. അപ്പം നിച്ചുമോനും കുട്ടികളൊക്കെ കൂടെ മണ്ണിയിരുന്ന് കളിക്കേണ്ട. ഞാൻ അവനെ വെറുതെ ഒന്ന് ഇരുത്തി നോക്കിയതാണ്. നോക്കുമ്പോൾ പിന്നെ എടുത്തിട്ട് വരണില്ല. പിന്നെ കരച്ചിലായി ഇരുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ തന്നെ ഇരുത്തി കളിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് എല്ലാവരും ഒരേ തിരക്കും പറഞ്ഞിട്ട് എല്ലാവരും പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും ലാസ്റ്റ് പോയി ഓരോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളും പോയിട്ടാണ്. അപ്പോൾ അതെല്ലാ ആൾക്കാർ വെച്ചിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ അടിച്ച് പൊളിച്ച്. എന്നാലും കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റാത്തൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ഉഷാറാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത്. അപ്പോൾ എന്തായാലും ഇത് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ചെക്കൻ്റെ വണ്ടിയിലാണ് പോണത്. എന്നിട്ട് ഞങ്ങൾ മാമാടക്ക് പോയി അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയിട്ടാ. പിന്നെ അതെടുത്ത ഫോട്ടോസൊക്കെ ഉണ്ടത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ സീ യു. പിന്നെ കമൻറ്റ് കുറവാണ് കേട്ടോ എല്ലാവരും ഇടുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് മാക്സിമം കമൻറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ബായ്.